കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സംഭവം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന്. അതെന്താന്ന് തുറന്നു നോക്കിയാലോ നമുക്ക്. നമ്മളെ പോലെ തന്നെ നമ്മുടെ മക്കൾക്കും ഈ മീനുകളോടും ചെടികളോടൊക്കെ ഇഷ്ടാന്ന് അറിയാലോ. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെടുന്ന പോലെ ഞാൻ ഒരു വാൾ മൗണ്ട് അക്വേറിയാണ് കേട്ടോ വാങ്ങിച്ചത്. അത് ഗ്ലാസ് അല്ലാത്തതുകൊണ്ട് പൊട്ടുന്നുള്ള പേടി വേണ്ട കേട്ടാ. നമ്മൾ സാധാരണ കുട്ടികൾക്ക് എന്താ വാങ്ങിച്ചു കൊടുക്കുക, ഒരു ബോൾ അക്വേറിയം, ഒരു മീനൊക്കെ വാങ്ങിച്ചു കൊടുക്കില്ലേ അവരുടെ ഇഷ്ടത്തിന്. അപ്പൊ അതാവുമ്പോ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇതാവുമ്പോ വാൾ മൗണ്ട് ആയതുകൊണ്ട് വാളിൽ തന്നെ ഇരുന്നോളും. കുട്ടികൾ അങ്ങനെ മറച്ചിടില്ല, പൊട്ടിക്കില്ല. അതിന്റെ മെറ്റീരിയലും പൊട്ടണ പോലത്തെ അല്ല. അപ്പൊ അത് ഓർഡർ ചെയ്യുമ്പോൾ ഇതുപോലെ കളർ സ്റ്റോണും അതിന്റെ കൂടെ അവർ അവൈലബിൾ ആക്കി തരുന്നുണ്ട്. ഞാൻ ഓർഡർ ചെയ്തത് മീഷോയിൽ നിന്നാണ് കേട്ടാ. മീഷോയില് ട്വിൻസ് എന്റർപ്രൈസസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഐറ്റാണ് ഞാൻ ഓർഡർ ചെയ്തത്. അത് എടുത്തു പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ഇതേ പ്രൊഡക്റ്റിന്റെ തന്നെ റിവ്യൂവും റേറ്റിംഗ് ഒക്കെ നോക്കിയപ്പോ ഈ ഒരു കമ്പനിയുടെ ആയിരുന്നു നല്ല പ്രൊഡക്റ്റ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത്. കയ്യിൽ കിട്ടിയപ്പോഴും ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റാണ് കേട്ടോ. അപ്പൊ നമുക്ക് അതൊന്ന് സെറ്റ് ആക്കി എടുത്താലോ. അതിൽ അവർ തന്നിരുന്ന കല്ലുകളെ നല്ല കളർഫുൾ ആയിട്ടുള്ള കല്ലുകളാണ്. എനിക്ക് എന്തോ അത് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നുന്നത് കൊണ്ട് ഞാൻ എന്റെ കയ്യിലുള്ള കുറച്ച് നാച്ചുറൽ സ്റ്റോണുകളാണ് കേട്ടോ യൂസ് ചെയ്തത്. അത് ഞാനും എന്റെ കുട്ടികളെല്ലാവരും കൂടിയിട്ട് കുഞ്ഞു കുഞ്ഞു വെള്ളാരം കല്ലുകളെല്ലാം പറക്കിയെടുത്ത് സംശയം അത് കഴുകി, അതുപോലെ തന്നെ നമ്മുടെ കൊറിയോൻ കഴുകി വൃത്തിയാക്കി ഇനി അതിൽ ഓരോ സ്റ്റോണുകളും വാട്ടർ പ്ലാന്റുകളും ഒക്കെ ഇട്ട് സെറ്റ് ആക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഞങ്ങളൊക്കെ കൂടിയിട്ടേ നമ്മുടെ മീനിന്റെ ടാങ്കിൽ കിടക്കണ ഫോക്സ് ടെയിൽ പ്ലാന്റും മറ്റേ ഒരു താമര പോലെ ഇലച്ചെടിയായിട്ട് മേലെ കിടക്കുന്ന ഒരു പ്ലാന്റ് ഉണ്ടല്ലോ, ആ പ്ലാന്റും ആണ് ഇട്ട് സെറ്റ് ആക്കിയത്. പിന്നെ എനിക്ക് തോന്നി ആ വെള്ളമൊക്കെ വളരെ കലങ്ങുന്ന പോലെ ആ ചെടികൾ ഇട്ടപ്പോ ഞാൻ പിന്നെ പറഞ്ഞു നമുക്ക് നമ്മുടെ മണി പ്ലാന്റ് തന്നെ ശരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ നല്ല ഗോൾഡൻ പോത്തോസിന് ഒരെണ്ണത്തിനെ പൂൾ സൈഡിൽ നിന്ന് പൊക്കിയിട്ടാ. പിന്നെ നമ്മൾ ഡ്രില്ല് ചെയ്ത ആ അണീമ കൊണ്ടുവന്ന് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു ഫൈറ്റർ കൂട്ടപ്പൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയായില്ലേ? കുട്ടികളും ഞാനും കുറെ നേരം അതൊക്കെ ആസ്വദിച്ച് അവിടെ നിന്നോട്ടാ. അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അവരെ കൊണ്ടാണല്ലോ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചേ. അതുകൊണ്ട് എനിക്ക് എങ്ങനെയാന്ന് വെച്ചാല് ഈ ചെറിയ കുട്ടികള് ഈ ഫോണും പിടിച്ചൊന്നും ഇരിക്കുന്നത് എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഞാൻ കുഞ്ഞിതിലേ തൊട്ട് എന്റെ കുട്ടികൾക്ക് ഞാൻ ഫോണൊന്നും കൊടുക്കാറുമില്ല. അതിപ്പോ നിങ്ങൾ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മൾ കുട്ടികളെ വളർത്തണ പോലെയാണ്. കുഞ്ഞിതിലേ തൊട്ട് ചോറുണാനും നമുക്ക് ഡിസ്റ്റർബൻസ് ആകുമ്പോഴൊക്കെ നമ്മൾ ഈ ഫോണിലൊക്കെ വീഡിയോസ് വെച്ച് കൊടുത്താലേ പിന്നെ അവര് വലുതാകുമ്പോ അതന്നെ ചെയ്യും. പിന്നെ ആ കുട്ടി അങ്ങനെയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ശീലിപ്പിക്കണതാണ്. ഞാൻ കുഞ്ഞിതിലേ തൊട്ട് അവർക്ക് ഫോണൊന്നും കൊടുക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ അങ്ങനെ ഫോണൊന്നും യൂസ് ചെയ്യാറില്ല. പിന്നെയും അവര് ചെയ്യാ ഈ കാർട്ടൂൺസ് ഒക്കെ ടിവിയിൽ കാണാണ് ചെയ്യുക. അവരുടെ മുമ്പിൽ ഫോൺ വെച്ചിട്ട് പോയാലും അവരൊരു ആവശ്യമില്ലാണ്ട് ആ ഫോൺ തൊടാറന്നില്ല. ഒരു കോള് വന്നാൽ പോലും എന്റെ കയ്യിൽ കൊണ്ടു തരിക ചെയ്യുക. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ ഈ ഫോണിലൊക്കെ ഉള്ള അഡിക്ഷൻ മാറ്റാനായിട്ടൊക്കെ പറ്റിയൊരു സംഭവമാണ് കേട്ടോ ഇത്. നമ്മൾ കുറച്ച് മീനുകളെ, ഗപ്പീനെയോ ഫൈറ്ററിനെയൊക്കെ വാങ്ങിച്ച് കുട്ടികൾക്ക് കൊടുത്താലേ അവരതിനെ ബ്രീഡ് ചെയ്യിപ്പിച്ചും അതിന് തീറ്റ കൊടുത്തൊക്കെ അവരെ ടൈം സ്പെൻഡ് ചെയ്തോളും. അപ്പൊ പിന്നെ ഫോൺ അഡിക്ഷനോ അങ്ങനെയൊന്നും വരാൻ സാധ്യതയില്ല.